ഇപ്പം 43,000 സാക്ഷ്യങ്ങളാണ് ഇപ്പോൾ ഓൾറെഡി അപ്പ് ചെയ്തിരിക്കുന്നത്. യൂട്യൂബിൽ കിടപ്പുണ്ട്, 1-2 43,000 സാക്ഷ്യങ്ങൾ ഓൾറെഡി നമ്മൾ എയറിൽ ഓൺ എയറായിട്ടുണ്ട്. ഈ എയറിലായിരിക്കുന്നതിൽ പകുതിയോളം സംഭവം പ്രസൻസാണ്. അമ്മ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു തന്നു, എനിക്കറിയത്തില്ലായിരുന്നു അത്, അമ്മ പറഞ്ഞു, ഞാൻ എഴുതി പരീക്ഷയിൽ, അങ്ങനെ പറഞ്ഞില്ല. അതാണ് പ്രസൻസ് എന്ന് പറയുന്നത്. ആരോ എൻ്റെ ഉള്ളിൽ നിന്നെല്ലാം പറഞ്ഞു തരുന്ന പോലെ എനിക്ക് തോന്നി, അതൊക്കെ പ്രസൻസാണ്. അത് ഉടമ്പടിയുടെ മാത്രമായിട്ടുള്ള സംഭവമാണ്. വേറെ ഒരുവിടത്തും നമ്മൾ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഉടമ്പടിയുടെ കാര്യത്തിൽ നിങ്ങൾ കാർക്കശ്യമാകണം, കഥറിയാതെ ആട്ടം കാണരുതെന്നൊക്കെ പറഞ്ഞതിൻ്റെ കാരണം, ഞാൻ നിങ്ങളോട് രൂക്ഷവുമായിട്ട് കാർക്കശ്യമായിട്ടല്ല സംസാരിക്കണത്, സൗമ്യമായിട്ട് അങ്ങനെ സംസാരിക്കാനില്ല. അതിൻ്റെ കാരണം ഇതാണ്, ചെയ്യുന്നവൻ വെടിപ്പായിട്ട് ചെയ്യട്ടെ. ചെയ്യുന്നവൻ അത് വെടിപ്പായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധയോടെ ചെയ്താൽ ഇതിന് നമുക്ക് വല്ലാത്ത ഫലങ്ങളാണ് ഉണ്ടാകുന്നത്. ഇപ്പം നിങ്ങൾ വാഴ നനയുമ്പോൾ ചീരയും നനയുമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഹസ്ബൻഡ് പറയും, നീ എടുക്ക്, അപ്പോൾ താനെടുക്ക്, നീ ഇങ്ങനെ വണ്ടി ഇരുന്ന് തന്നെ ഇതിങ്ങനെ തന്നെ സ്റ്റിയറിങ് വണ്ടി ഓടിച്ചോണ്ട് പോകണമെങ്കിലും താനെടുക്ക്, നീ എടുക്കുന്ന പറഞ്ഞാൽ കൈവിട്ട കളിയാണ് ചില ആൾക്കാർക്ക്. ഇപ്പോൾ അവസാനം ഇവിടെ വരുമ്പോൾ അവസാനം നീ എടുക്കുന്ന ആക്കിയിട്ട് ഭർത്താവ് സ്വരം ഉണ്ടാക്കിയിട്ട് പറയും, നീ തന്നെ എടുക്കാൻ പറയും. എന്താണ് ഇയാൾക്കിടയ്ക്ക് സ്മോളൊക്കെ അടിക്കണം. അപ്പം അതുകൊണ്ട് വൈഫിൻ്റെ പേടലേക്ക് കൊണ്ടുപോയി ഉടമ്പടി കെട്ടിവെക്കും. ഇവൻ്റെ കാര്യത്തിൽ ഇപ്പം തന്നെ തീരുമാനമായിട്ടുണ്ട്, നീ അധികം വിഷമൊന്നും ഇറക്കരുത്, നിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അല്ലെങ്കിൽ നീ മാനസാന്തപ്പെട്ടിട്ട് ഇന്ന് തീരുമാനം മാറ്റണം. എന്താണ്, വൈഫ് ഉടമ്പടി എടുത്തോട്ടെ, ഞാൻ അവളെപ്പോലെ തന്നെ ജീവിക്കും, അതാണ് പ്രശ്നം. അല്ലാതെ നമ്മൾ എന്താണ് കുരങ്ങനെ കൊണ്ട് ചുടുപായസം കോരിച്ചോളാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അന്തരാളം വരെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള മുട്ടാപ്പോക്കുകളൊന്നും ഇതിൻ്റെ വരരുത്. നീ ദൈവത്തിനെ അനുഭവിക്കുന്നതിനും ദൈവത്തിലേക്ക് ജീവിക്കുന്നതിനും മുട്ടാപ്പോക്ക് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം ഇതുപോലെ കണ്ടീഷനാക്കി കളയും. അതുകൊണ്ട് നിങ്ങൾ ഉടമ്പടി എന്ന് പറയുന്ന വലിയ സംഭവം ദൈവം വളരെ ഇത്രയും പ്രൂവൻ ഫാക്റ്റായിട്ട് നിങ്ങൾക്ക് ലോകത്തിൽ ഒരു പ്രാർത്ഥനയ്ക്ക് 43,000 രൂപ മാത്രം, ലൂർദിൽ പോലും കാണത്തില്ല 43,000 സാക്ഷ്യം. റെക്കോർഡഡ് അല്ല അത്, അതാണ് പ്രശ്നം. ഇതങ്ങനെയല്ല, ഇത് ഏറെക്കുറെ റെക്കോർഡാണ്, റിട്ടേണായിട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്. കാലങ്ങളിൽ ഇതൊക്കെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സഭ ഏറ്റെടുക്കുന്ന കാലത്ത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ പോയി. അവിടെ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ ഒരിടത്തൊരു സമയത്ത് ബ്രിട്ടീഷ് മ്യൂസിയം ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമല്ലേ. അപ്പോൾ ഞാനവിടെ പോയി എല്ലാം നോക്കി കണ്ട് മനസ്സിലാക്കി, ഹൗ ടു സെറ്റ് എ മ്യൂസിയം, എങ്ങനെ മ്യൂസിയം. ഇപ്പോൾ ഒരു കാലത്ത് ഈ പ്രത്യക്ഷീകരണം വലിയൊരു വിഷയമായി മാറുന്ന കാലത്ത് നടന്ന കാര്യങ്ങളെല്ലാം മ്യൂസിയമായിട്ട് സെറ്റ് ചെയ്യും നമ്മൾ, എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നതെന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് നിസ്സാരമായൊരു ടൈമിലി വിഷയമല്ല, ദൈവത്തിൻ്റെ ഒരു അന്തർദേശീയ വിഷയമാണ് മരിയൻ ഉടമ്പടി. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അങ്ങ് എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട മണ്ണിലെ ചവിട്ടാൻ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ദൈവമേ, എന്നെ കുറിച്ചുള്ള നിന്റെ പദ്ധതി എന്റെ ബലഹീനത കാരണം പരാജയപ്പെട്ടു പോകാതിരിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ, എന്നെ ഉടമ്പടിക്ക് ഉപയുക്തമായ ജീവിത ഉടമ്പടി പങ്കാളിയായി എന്നെ അനുഗ്രഹിച്ച് ഉയർത്തണമേ, എന്നെ അനുഗ്രഹിച്ച് ഉയർത്തണമേ. ശ്രദ്ധിക്കട്ടെ, ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പറയുന്നത് ജീവിതം ധന്യമാക്കി
ഒരുമിച്ച് പാടുക, നിർത്തി പാടുക, എല്ലാവരും പാടുക. അഭിഷേകത്തിന്റെ സമയമാണ്. കൃപാസനത്തിന്റെ അമ്മേ, കൃപാസനത്തിന്റെ അമ്മേ, ആവേ 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 മരിയ, ലഭിച്ചിട്ടുണ്ട്. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. ശ്രുതികട്ടെ, ഹല്ലേലൂയ. ശ്രുതികട്ടെ, 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 എല്ലാവരും അത്ഭുതകരം ഓരോ മകന്റെ പേരും ഓരോ മകളുടെ പേരും വ്യക്തിയുടെ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ തിരുകുർബാന വർദ്ധിക്കെടുത്താൽ മാരക രോഗങ്ങള്, തീരാവേദികള്, ജീവ ദുരിതങ്ങള്, ജീവ തടസ്സങ്ങള് യേശുനാമത്തില് യേശുനാമത്തില് യേശുനാമത്തിൽ മാറ്റപ്പെട്ടെ. ഈശോ ഈശോ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ദൈവവേദനെ, നീ ഞാനും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിൽക്കുകയാണ്. പരിശുദ്ധ അമ്മ, ജീവനോടെ ആൾത്താരെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ ദൈവമാതാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്ന സുപ്രഭാതമാണ്. കയ്യടിക്കട്ടെ, ശ്രുതികട. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് നീതു. ഞാനിപ്പോൾ സിംഗപ്പൂരിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 2023 ജനുവരി 29 ഞാനന്ന് ഇവിടെ വന്നപ്പോൾ ഞാനൊരു 6 നിയോഗങ്ങൾ ഇവിടെ എഴുതി വെച്ചിരുന്നു. അതിൽ ഞാൻ നേഴ്സാണ്, എനിക്ക് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ട്. എങ്കിലും അത് സാധിച്ചില്ലെങ്കിലോ, കാരണം എനിക്ക് ഇംഗ്ലീഷൊക്കെ പറയാനൊരു ബുദ്ധിമുട്ട്, ഒരു പേടി, ഇതൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അതിനായിട്ട് തീക്ഷ്ണമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചില്ല. പക്ഷേ എനിക്കെപ്പോഴും യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ, ടോൺസിലൈറ്റിസ്, ഇങ്ങനെ ഒത്തിരി ഇതുണ്ടായിരുന്നു. എനിക്ക് ഡ്യൂട്ടി ചെയ്യുമ്പോഴൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ ഒത്തിരി മെഡിസിൻ എടുത്തു, പച്ചമരുന്ന് ചെയ്തു. ഇങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും പോകാത്ത ഹോസ്പിറ്റലുകളില്ല. എൻ്റെ ചേച്ചി പറഞ്ഞാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത്. വന്ന അന്ന് ഞാൻ വൈകുന്നേരം വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് നല്ല മുല്ലപ്പൂവിൻ്റെ സ്മെല്ലുണ്ടായി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. മാതാവ് എൻ്റെ കൂടെ വീട്ടിൽ വന്നല്ലോ എന്നൊരു സന്തോഷമായിരുന്നു. അന്ന് തൊട്ട് ഞാൻ ഉടമ്പടി ജീവിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് എനിക്ക്
ഞാനിപ്പോൾ സിംഗപ്പൂരിൽ ചെന്നിട്ട് 2 വർഷമാകുന്നു. എനിക്ക് ഇതുവരെയും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനോ ത്രോട്ട് ഇൻഫെക്ഷനോ ഉണ്ടായിട്ടില്ല. ഞാൻ മാതാവിൻ്റെ തൈലം എൻ്റെ തൊണ്ടയിൽ തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് പെയിൻ വരുന്ന സ്ഥലങ്ങളിൽ ഞാൻ തൈലം പൂശുമായിരുന്നു. അതുപോലെ എനിക്ക് തൊണ്ടവേദന വരുമ്പം ഞാൻ ഉപ്പിട്ട് ഗാർഗിൾ ചെയ്യുമായിരുന്നു. ഇതാണ് എൻ്റെ രോഗത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളൊരു സാക്ഷ്യം. പിന്നീട് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, ഞാൻ സിംഗപ്പൂർ നഴ്സിംഗ് ബോർഡ് ലൈസൻസ് എക്സാം പാസ്സായി എന്നുള്ളതാണ്. അതിന് SNB എന്ന് പറയും. ആകെപ്പാടെ സിംഗപ്പൂരിലേക്ക് പോകാനായിട്ട് ആ എക്സാമാണ് നമ്മൾ പാസ്സാവേണ്ടത്. അത് 2 ചാൻസേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ തൊടുപുഴയിലുള്ളൊരു നല്ല ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാനിങ്ങനെ ഫേസ്ബുക്കിലൊരു പരസ്യം കണ്ടു. അതിൽ ഞാൻ അപ്ലൈ ചെയ്തു. അവരെന്നെ വിളിച്ചു. അപ്പം ഞാനിവിടെ അന്ന് വൈകുന്നേരം എനിക്ക് എക്സാം എഴുതാൻ പോകാൻ ചെന്നൈയിലാണ്. അന്ന് വൈകുന്നേരം ഞാനിവിടെ വന്നു. അച്ഛനെ കണ്ടു. അച്ഛൻ എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. ഒരു ലോക്കറ്റ് എനിക്ക് തന്നിട്ട് പറഞ്ഞു, മോളെ നീ ഇവിടെ വന്ന് സാക്ഷ്യം പറയണം. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിറ്റേ ദിവസം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ചെന്നൈയിൽ എക്സാം എഴുതാൻ പോയി. അപ്പം ഇവിടെ പ്രാർത്ഥിച്ചായിരുന്നാലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കൊരു അഹങ്കാരം, ഞാൻ പഠിച്ചിട്ടാണല്ലോ എനിക്കിത് കിട്ടിയല്ലോ എന്നൊരു അഹങ്കാരം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതായിരിക്കാം ഞാൻ ആ എക്സാമിന് ഫെയിലായി. അപ്പോൾ എനിക്ക് ആദ്യം ഭയങ്കര സങ്കടമായിരുന്നു. എങ്കിലും ഞാൻ മാതാവിൽ അടിയുറച്ച് വിശ്വസിച്ചു. ഞാൻ ഉടമ്പടിയിൽ തന്നെ ജീവിച്ചു. ഞാൻ വീണ്ടും ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് കയറി. അങ്ങനെ ഒരു ദിവസം ഞാൻ ചെന്നൈയിൽ നിന്നുള്ള ഏജൻറ്റ് എന്നെ വിളിച്ചു. സിംഗപ്പൂരിലേക്ക് അവിടെ ചെന്ന് എക്സാം എഴുതാൻ പോകാം. ഒരു SDCA സീനിയർ ഡയാലിസിസ് കെയർ അസോസിയേറ്റ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ അവിടെ ഉണ്ട്. ഇന്ന് വരെ അങ്ങനെ ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല. അവിടെ സാധാരണ RN രജിസ്റ്റേർഡ് നേഴ്സ്, അവരെ അസിസ്റ്റ് ചെയ്യുന്ന എൻറോൾഡ് നേഴ്സ് EN, ഈ 2 പോസ്റ്റേ അവിടെ ഉള്ളൂ. മാതാവ് എനിക്കായിട്ട് ഒരു പോസ്റ്റ് സിംഗപ്പൂരിൽ ഉണ്ടാക്കി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ആ പോസ്റ്റിൽ അവിടെ വർക്ക് ചെയ്തു. അവിടെ ചെന്നു. എനിക്ക് ഇംഗ്ലീഷ്, ഫ്ലൈറ്റിൽ ഞാൻ യാത്ര ചെയ്തിട്ടില്ല. ഇതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടേ ആയിട്ട് തോന്നിയില്ല. അവിടെ ചെന്ന് ലാംഗ്വേജ് എനിക്ക് പ്രോബ്ലം ഇല്ല. കൂട്ടുകാർ, അവിടുത്തെ താമസം, ഭക്ഷണം, മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഞാൻ അവിടെ ചെന്നിട്ടും ഉടമ്പടിയിൽ തന്നെ ജീവിച്ചു. ഞാൻ അവിടെ റീനൽ ഡയാലിസിസ് പഠിച്ചു. റീനൽ നേഴ്സായിട്ട് ഒരു ഡയാലിസിസ് ഹോസ്പിറ്റലിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഈ മെയ് 5-ാം തീയതി എനിക്ക് 2ാമത്തെ ചാൻസ്, അതും കൂടെ നഷ്ടമായ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത് നാട്ടിൽ തിരിച്ചു വരണം. എൻ്റെ ലാസ്റ്റ് ചാൻസായിരുന്നു. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. ഞാൻ മെയ് 5-ാം തീയതി സിംഗപ്പൂരിൽ ഡയറക്റ്റായിട്ട് SNB എക്സാം എഴുതി. മെയ് 28-ാം തീയതി എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ പാസ്സായി. ഞാൻ ആ റിസൾട്ട് പാസ്സായി കഴിഞ്ഞാൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാനിപ്പോൾ സാക്ഷ്യം പറയാൻ വേണ്ടി ഒരു 10 ദിവസത്തെ എമർജൻസി ലീവ് എടുത്താണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ നാളെ തിരിച്ചു പോകും. അതുപോലെ ഞാൻ കാരുണ്യപ്രവർത്തികൾ ചെയ്തിരുന്നത്, ഞാൻ വീട്ടിലായിരുന്ന സമയത്ത് എല്ലാ തിങ്കളാഴ്ചകളിലും ഒരു 10-12 പൊതിച്ചോറുകൾ കെട്ടി ബസ് സ്റ്റാൻഡുകളിലും വയ്യാത്ത ആൾക്കാർക്ക് ഞാൻ കൊണ്ടു കൊടുക്കുമായിരുന്നു. അതുപോലെ രോഗികളെ കാണാൻ പോവുകയും അവരുടെ ഡ്രസ്സ് അലക്കി കൊടുക്കുകയും അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെയും ചെയ്തിരുന്നു. ക്യാഷായിട്ടും ഞാൻ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അതുപോലെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉടമ്പടിയിലാണ് ഞാൻ ജീവിക്കുന്നതെങ്കിലും നേരത്തെ പോലെയല്ല. ഇപ്പോൾ അതൊരു റൊട്ടീനായി. രാവിലെ 5:30 എണീക്കുന്നു, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്നു. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേട്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നത്. പോകുന്ന വഴി 4 കൊന്ത ഞാൻ ചെല്ലും, തിരിച്ചു വരുന്ന വഴിയും. നേരത്തെ ഞാൻ ഫേസ്ബുക്ക്, യൂട്യൂബിനൊക്കെ അഡിക്റ്റ് ആയിരുന്നു. ഇപ്പം ഞാൻ യൂട്യൂബ് തുറന്ന അച്ഛൻ്റെ ധ്യാനം, ഇവിടുത്തെ സാക്ഷ്യങ്ങൾ അതുമാത്രമാണ് കേൾക്കുന്നത്. എൻ്റെ സ്വഭാവത്തിൽ ഒത്തിരിയേറെ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഇവിടെ ഇനിയും എൻ്റെ മരണം വരെ ഉടമ്പടിയിൽ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത്രയേറെ ഒന്നുകൂടി എനിക്ക് തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി ഹോസ്പിറ്റലെല്ലാം പോയി മെഡിസിൻ കഴിക്കുന്നുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം 2 മാസം മുമ്പ് ഞാനിവിടെ ലീവിന് വന്നിരുന്നു. അന്ന് ഞാൻ ഉടമ്പടി പുതുക്കിയിട്ട് പോയി. ആ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഇന്ന് വരെ എനിക്ക് തലവേദന ഉണ്ടായിട്ടില്ല. ഞാൻ ഈ ഡ്യൂട്ടിയുടെ ഷിഫ്റ്റൊക്കെ മാറുമ്പം ഫുഡ് കഴിക്കുന്നില്ല, ഉറക്കക്കുറവ്. അപ്പം ഞാൻ വിചാരിച്ചു വരുമായിരിക്കും, പക്ഷെ വന്നില്ല. ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് തലവേദന ഉണ്ടായിട്ടില്ല. ഞാൻ മാതാവിൻ്റെ തൈലം നെറ്റി പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന
മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. പരിശുദ്ധമായ ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് അനുഗ്രഹം നൽകിയ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഡെയ്സി ശ്രീയേക്ക്. ഞാൻ കടുത്തുരുത്തിയിൽ നിന്ന് വരുന്നു. എൻ്റെ ഇടവക സെൻറ്റ് മേരീസ് ചർച്ച് താഴത്തുപള്ളി കടുത്തുരുത്തി. എനിക്ക് കിട്ടിയ ഞാൻ 2019 ഡിസംബർ 27 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ എടുത്തതിന് ശേഷം ഞങ്ങൾ 15 വർഷമായി വാടകയ്ക്കായിരുന്നു. അതിനുശേഷം ഞങ്ങൾക്കൊരു ലോൺ എടുത്ത് ഭവനം മേടിക്കാൻ സാധിച്ചു. അതിനുശേഷം കൊറോണ വന്നതോടെ എൻ്റെ മോൻ കാനഡയിലായിരുന്നു, അവൻ നാട്ടിൽ വന്നു. 3 മാസത്തോളം കുടിശ്ശിക വന്നു. ഞങ്ങൾ 10-18 ലക്ഷം രൂപ അടച്ചതാണ്. ആ കുടിശ്ശിക വന്ന് ഞങ്ങൾക്ക് ആ പൈസ കൊടുക്കാൻ സാധിച്ചില്ല. 3 മാസത്തോളം ആയപ്പം ഒരു 7 ലക്ഷം രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ ഒരു പൈസയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ അവർ ജപ്തി ചെയ്യും എന്ന് പറഞ്ഞു. ജപ്തി നോട്ടീസ് കൊണ്ട് വീട്ടിൽ പതിപ്പിച്ചു. വീട്ടിൽ പതിപ്പിച്ച് കഴിഞ്ഞ് അവർ ജപ്തി ചെയ്യാൻ വീട്ടിൽ വന്നു. പക്ഷേ ഞാൻ ആ പേപ്പറുമായിട്ട് ഇവിടെ വന്ന് ജോസഫച്ചനെ കണ്ടു. അച്ഛൻ എനിക്ക് കാശുരൂപം വെഞ്ചിച്ചു തന്നു. വീടിൻ്റെ വലതുവശത്തിടാൻ പറഞ്ഞു. വീട്ടു പ്രാർത്ഥിച്ചു. ജപ്തി അമ്മ തന്ന ഭവനമാണെങ്കിൽ ഇത് ജപ്തി ചെയ്യില്ലെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു. അങ്ങനെ അവസാനം അവർ പൈസ അടയ്ക്കാതെ വന്നപ്പോൾ കോടതി ഫയൽ ചെയ്തു. കോടതിയിൽ അത് കേസായി. 7 ലക്ഷം രൂപ അടച്ചില്ലെങ്കിൽ വീട് ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞ് കോടതിയിൽ നിന്നും ഒരു 3-4 വണ്ടി ആളും പോലീസുകാരും എല്ലാവരുമായിട്ട് വീട്ടിൽ വന്നു. ഞങ്ങൾക്കത് സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. എങ്കിലും വീട്ടിൽ വന്നപ്പോൾ എനിക്ക് നല്ല വിശ്വാസമായിരുന്നു, ഈ ഭവനം ഈശോ തന്നതാണെങ്കിൽ ഞങ്ങളെ ഇവിടുന്ന് ഇറക്കി വിടുകയില്ല എന്ന്. പക്ഷേ ഞങ്ങളുടെ നാട്ടുകാരെല്ലാം വീട്ടിൽ കൂടി ഇവരെ ഒരു കാരണവശാലും ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ ഞങ്ങൾ ആരും അനുവദിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ 1.5-2 മണിക്കൂറോളം ഞങ്ങളുടെ വീട്ടിൽ നിന്നു. പക്ഷേ വീടിൻ്റെ തിണ്ണേ പോലും അവർക്ക് കയറാൻ സാധിച്ചില്ല. അതിനുശേഷം 7 മാസത്തെ കാലാവധി വന്നു. അവരെല്ലാവരും തിരിച്ചു പോകേണ്ടി വന്നു. അങ്ങനെ ഞങ്ങളെ ജപ്തിയിൽ നിന്ന് ഒഴിവാക്കി. ഞങ്ങളുടെ ആ ഭവനം തന്നെ ഇന്ന് ഞങ്ങളുടെ സ്വന്തമായി. ഞങ്ങളുടെ എല്ലാ കടങ്ങളും വീട്ടാൻ ഞങ്ങൾക്കത് സാധിച്ചു. ദൈവവും അമ്മയും തന്ന ഈ വലിയ കൃപയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാവില്ല. അതിന് ശേഷം എൻ്റെ ഭർത്താവിന് ഒരു അറ്റാക്ക് ഉണ്ടായി. അതിൽ നിന്നും ഞങ്ങൾക്ക് ഒത്തിരി രക്ഷ തന്നു. ഒത്തിരി പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും സാധിച്ച് ദൈവം ഞങ്ങളെ ഉയർത്തി. അതിനുശേഷം ഞങ്ങൾക്ക് ഈ അമ്മയുടെ തൈലം വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് പുള്ളിയുടെ ഓർത്തൊരു മുഴയുണ്ടായിരുന്നു. ഈ തൈലം തൂത്ത് ആ മുഴ അപ്രത്യക്ഷമായി. എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഞങ്ങൾക്ക് നല്ലൊരു ജീവിതം, നല്ല പ്രാർത്ഥനയും ഒക്കെ കിട്ടി. പിന്നെ മുട്ടുകുത്തി കുരിശ് വരയ്ക്കാൻ സാധിക്കില്ലായിരുന്നു. ഇപ്പോൾ എത്ര സമയം വേണേലും മുട്ടുകുത്തി കുരിശ് വരയ്ക്കാൻ സാധിക്കും. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങളുണ്ടായി. പിന്നെ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഭർത്താവിൻ്റെ ഒരു സുഹൃത്ത് രോഗിയായിരുന്നു. കട്ടിലേന്ന് താഴെ പോയി 3-4 മണിക്കൂർ അവിടെ കിടന്നു, ആരും കണ്ടില്ല. ആശുപത്രി കൊണ്ടുവന്നപ്പോൾ 24 മണിക്കൂറാണ് പറഞ്ഞത്. ആ 24 മണിക്കൂർ അവർ വേറെ ആശുപത്രി കൊണ്ടുപോകാൻ ശ്രമിച്ചു. പക്ഷേ അവർ പറഞ്ഞു എങ്ങും കൊണ്ടുപോകണ്ട, ഇവിടെ തന്നെ കിടത്തിയാൽ മതി എന്ന് പറഞ്ഞു. വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിനെ അമ്മയുടെ തൈലമല്ലേ ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. ഞങ്ങൾ നേരെ തൈലവും ആയിട്ട് പോയി. ആദ്യം ICUലായതുകൊണ്ട് ഞങ്ങളെ കയറ്റിയാലെന്നോർത്ത് ഞാൻ കാശുരൂപത്തേലും ബന്ധിങ്ങനത്തേലൊക്കെ തൈലം പൂശി ആശുപത്രിയിൽ ചെന്ന് അവരുടെ കൈ കൊടുക്കാലോ തലേണൻ്റെ അടിയിൽ വയ്ക്കാലോ എന്നോർത്താണ് പോയത്. അവിടെ ചെന്നപ്പോൾ ഞങ്ങളെ അവരോട് പറഞ്ഞു കയറി കണ്ടോളാൻ പറഞ്ഞു. ഞങ്ങൾ അത് വെച്ച് നെറ്റിയെ വെച്ച് കുരിശ് വരച്ചു, പ്രാർത്ഥിച്ചു. അമ്മയുടെ പ്രതീക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലി ആ നിമിഷം തന്നെ ആ പുള്ളിയുടെ നെറ്റി അനങ്ങുന്നത് ഞാൻ കണ്ടു. തിരിച്ചിറങ്ങിയപ്പം പറഞ്ഞ് ഇന്ന് വൈകിട്ട് തന്നെ ഈ മോൻ്റെ സുഖം പ്രാപിക്കും എന്ന് പറഞ്ഞ് അന്ന് വൈകിട്ട് തന്നെ ആ പുള്ളി കഞ്ഞിവെള്ളം ആവശ്യപ്പെട്ടു. ഇപ്പോൾ വീട്ടിൽ സുഖമായിട്ട് ഇരിക്കുന്നു. പിന്നെ ഞാൻ ഒത്തിരി എൻ്റെ പ്രേക്ഷിത അനാഥാലയങ്ങളിൽ പോകാറുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. തൈലം തൊട്ട് കുരിശ് വരച്ച് പറയാൻ അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യാറുണ്ട്. എന്നെക്കൊണ്ട് കഴിയാവുന്ന പോലെ സഹായിക്കാറുണ്ട്. പൊതിച്ചോറുണ്ടാക്കി കൊടുക്കാറുണ്ട്. ഒത്തിരി പേരെ കൃപാസനത്തിൽ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. 2-3 പേർക്ക് ഭവനമില്ലാത്തവർക്കൊക്കെ ഭവനം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബം ഇന്ന് സന്തോഷത്തോടും പ്രാർത്ഥനയോടും കൂടി ജീവിക്കുന്നു.
ഞങ്ങൾക്ക് വന്ന ഈ വലിയ കൃപകൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലാത്ത അമ്മയ്ക്ക് 1000 നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ഷൈനു. ഞാൻ ഖത്തറിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് മാർച്ച് 31, 2022 എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻഗ്ലക്സ് പാസ്സാവണമെന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ എൻഗ്ലക്സ് പാസ്സാവാൻ പഠിക്കുന്നതിന് മുന്നേ തന്നെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എൻഗ്ലക്സ് എഴുതുന്നത് 2023 ജൂലൈയിലാണ്. അത് എഴുതുന്നതിന് മുന്നേ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോഴത്തേക്കും ജോസഫ് അച്ഛനെ കാണാൻ പറ്റുകയും അച്ഛൻ എൻ്റെ ചെവിയിൽ സൈത്ത് പൂശിത്തരികയും ഉടമ്പടി കാശ് രൂപം കൊണ്ടാണ് ഞാൻ എക്സാം എഴുതാൻ പോയത് തന്നെ. എക്സാം എഴുതാൻ പോകുമ്പോഴത്തേക്കും അവിടെ ഇതൊന്നും കയറ്റത്തില്ലായിരുന്നു. എന്നാലും ഞാൻ എക്സാം ഹാളിൽ എൻ്റെ ഉടമ്പടി കാശ് രൂപവും പിടിച്ച് എൻ്റെ നെറ്റിയിൽ ഉടമ്പടി തൈലവും പുരട്ടിയാണ് ഞാൻ പോയത്. ഞാൻ 1 വർഷത്തോളം ഞാൻ പ്രാർത്ഥിക്കുമ്പം അമ്മ മാതാവിനോട് പറയുമായിരുന്നു, അമ്മ മാതാവ് തന്നെ എന്നെ പാസ്സാക്കി തരണം, കാരണം ഇത് അത്രയും ടഫുള്ള എക്സാമാണ്, എന്നെക്കൊണ്ട് ഇത് കഴിയത്തില്ല. അപ്പോൾ മിനിമം മാർക്കായ 85 ക്വസ്റ്റ്യനിൽ എനിക്ക് പാസ്സായി കിട്ടണം, എന്നാലേ അമ്മ മാതാവ് എനിക്കിത് തന്നതെന്ന് ഞാൻ വിശ്വസിക്കത്തുള്ളൂ. അങ്ങനെ പറഞ്ഞായിരുന്നു ഞാൻ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എക്സാമിന് പോകുമ്പോഴത്തേനും ഡേറ്റ് എടുക്കുന്നത് തന്നെ ഞാൻ അമ്മ മാതാവിൻ്റെ പള്ളിയുള്ള ഒരു സ്ഥലമായ ബാംഗ്ലൂരിലെ ശിവാജി നഗറിലാണ് ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തത്. അവിടെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയും അത് കഴിഞ്ഞ് അവിടെ ഞാൻ പത്രം വിതരണം ചെയ്ത ശേഷമാണ് ഞാൻ എക്സാം ഹാളിലോട്ട് പോകുന്നത്. അവിടെ പോയി എക്സാമിന് കയറി എക്സാമിന് എനിക്ക് കിട്ടിയ കമ്പ്യൂട്ടറിൽ എൻ്റെ നെറ്റിയിൽ നിന്ന് ഒരു തുള്ളി തൈലം എടുത്ത് ഞാൻ കുരിശ് വരച്ച ശേഷമാണ് എക്സാം തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഞാൻ ഓരോ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോഴും ഞാൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ഓരോ വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിന് സമർപ്പിച്ചിട്ടായിരുന്നു ഞാൻ ഓരോ ക്വസ്റ്റ്യനും സബ്മിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. 85 ക്വസ്റ്റ്യൻ ആയപ്പോഴത്തേക്ക് എനിക്ക് ടെൻഷനായി. ഞാൻ പ്രാർത്ഥിച്ചു, അതും വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ സബ്മിറ്റ് ചെയ്തു. എൻ്റെ കമ്പ്യൂട്ടർ ഓഫായിപ്പോയി. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കര ടഫായിരുന്നു എക്സാം. അപ്പോൾ ഞാൻ ഓർത്തു ഇനി പാസ്സാവുമല്ലോ, ഒരു പിടുത്തവും ഇല്ല. ഞാൻ വെളിയിലിറങ്ങി അമ്മയെ വിളിച്ചു, കാര്യം പറഞ്ഞു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീയല്ലേ മാതാവിനോട് പറഞ്ഞത് 85 ക്വസ്റ്റ്യനിൽ നിന്നെ പാസ്സാക്കി തരണമെന്ന്, പിന്നെ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാനും ആ കാര്യം ഓർക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ എക്സാമിന് റിസൾട്ടിന് 2 ദിവസത്തിനുള്ളിൽ എനിക്ക് റിസൾട്ട് കിട്ടുമായിരുന്നു. പക്ഷേ ഞാനത് എടുക്കാൻ നിന്നില്ല. ഞാൻ 1 മാസം കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുള്ള റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അതായത് ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ നിയോഗം ഞാൻ ബൈബിൾ വായിച്ച് പൂർത്തിയായി കഴിയുമ്പോഴത്തേക്കും എനിക്ക് ആ റിസൾട്ട് കിട്ടിയാൽ മതിയെന്നായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ കഴിയുന്ന അത്രയും നേരം ബൈബിൾ വായിക്കുകയും അത് പൂർത്തിയാക്കാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷേ അത് പൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ എൻ്റെ റിസൾട്ട് വന്നു. അമ്മ മാതാവ് 85 ക്വസ്റ്റ്യനിൽ എന്നെ പാസ്സാക്കി തന്നു. അത് അമ്മ മാതാവ് തന്ന വിജയമായിട്ട് തന്നെ ഞാൻ കാണുന്നു. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ സൗദിയിൽ നിന്ന് 10 വർഷം കഴിഞ്ഞ് റിസൈൻ ചെയ്താണ് ഖത്തറിലോട്ട് പോകുന്നത്. ഞാൻ 2 വർഷം ഖത്തറിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടും ഞാൻ സൗദിയിൽ നിന്ന് വന്നപ്പോഴത്തേനുള്ള ഗ്രാറ്റുവിറ്റി എമൗണ്ട് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അത് എന്ത് പറ്റിയെന്നറിയില്ല. കൊറോണയുടെ സമയമായത് കാരണം ഞാൻ അവിടെ എൻ്റെ ഫ്രണ്ട്സിനെയാണ് ഏൽപ്പിച്ചിട്ട് പോകുന്നത്. അപ്പോൾ അത് 2 വർഷമായിട്ടും എവിടെയാണെന്ന് ഒരു പിടുത്തവും ഇല്ലായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടിയില്ല കാര്യം വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്കൊരു മെസ്സേജ് വന്നു, എൻ്റെ ഫ്രണ്ടിൻ്റെത് എൻ്റെ ഗ്രാറ്റുവിറ്റി എമൗണ്ട് ബാങ്കിൽ വന്നിട്ടുണ്ടെന്നും പറഞ്ഞ്. അതും എനിക്ക് അമ്മ മാതാവ് വഴി ലഭിച്ചു. മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് US പോകണം, കുടുംബത്തോടു കൂടി പോകണമെന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ ആ കാര്യങ്ങളൊന്നും നടക്കുമെന്ന് എനിക്കൊരു പിടുത്തമില്ലായിരുന്നു. കാരണം ഇപ്പോൾ നമുക്ക് ഇന്ത്യൻസിന് പോകാനുള്ള കാര്യം വളരെ ടഫാണ്. അത് കാരണം എങ്ങനെ നടക്കുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ EB3 വഴി പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഇപ്പോൾ അത് പോസിബിൾ അല്ല. അപ്പോൾ H1B വിസ വഴി പോകണമെന്ന് വെച്ചാലും അത് ഇയർലി ലോട്ടറി എടുത്താണ് നമുക്ക് പോകാൻ പറ്റുക. അപ്പോൾ അതിനകത്ത് നമുക്ക് പേര് കിട്ടിയാലേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പക്ഷേ എൻ്റെ കാര്യം വന്നപ്പോഴത്തേക്ക് എനിക്ക് ഒരു ലോട്ടറി പോലും ഇല്ലാതെ അമ്മ മാതാവ് ഇടപെട്ട് എനിക്ക് ഒരു വിസ ശരിയാക്കി തരികയും ആ കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായി നടന്ന് ഈ മാസം 8-ാം തീയതി ഞങ്ങൾ ഫാമിലിയോടുകൂടി ജൂലൈ 8-ന് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ അത് അമ്മ മാതാവിൻ്റെ അനുഗ്രഹമാണ്. പിന്നെ ഞങ്ങൾക്കൊരു സ്ഥലം മേടിക്കണമെന്നും പറഞ്ഞ് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞാൻ ഉടമ്പടി എടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ അതും മാതാവ് ശരിയാക്കി തന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത്
കൃപാസനത്തിലെ പത്രം എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ കൊടുത്തു തീർക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ കൃപാസനത്തിലെ പ്രാർത്ഥനകളും ഡെയിലി ബ്രെഡും എല്ലാം വാട്സപ്പിലും ഫേസ്ബുക്കിലും എല്ലാം ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ ഈശോയും അമ്മ മാതാവുമായിട്ട് ഒത്തിരി അടുക്കാൻ ഈ ഉടമ്പടി വഴി എനിക്ക് സാധിച്ചു. എല്ലാ അനുഗ്രഹങ്ങളും തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി.